شوقي فاضت شافته للأمة قد كان منى أن يلقاهم فأحبتهم من صدقه وما رأى أن يلقاهم فأحبتهم من صدقه وما رأى والصحابة يسألون ومن الإخوان الباقون هلسنا نحن المصطفى فكان الرد ما معنا أنتم أصحابي الأبرار وهم الإخوان الأخيار بيض غر كالأطيار وجه حلو ما أندى وجه حلو ما أندى. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم والحمد لله رب العالمين والحمد لله خالق الخلق باسط الرزق فالق الإصباح ذي الجلال والإكرام. സ്നേഹസമ്പന്നരായ പരിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് സൂറത്ത് മുഹമ്മദിലെ 25-26 ആയത്തുകളെപ്പറ്റിയാണ്. ആദ്യം നമുക്ക് അതിൻ്റെ പാരായണമൊന്ന് ശ്രവിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഇർതദ്ദൂ അലാ അദ്ബാരിഹിം من بعد ما تبين لهم الهدى الشيطان سول لهم وأملى لهم ذلك بأنهم قالوا للذين كرهوا ما نزل الله سنطيعكم في بعض الأمر വല്ലാഹു യഅലമു ഇസ്റാറഹും. ഇനി വാക്കർത്ഥങ്ങൾ. ഇന്നല്ലദീന, നിശ്ചയമായും ഒരു കൂട്ടർ, ഇർതദ്ദു അല അദ്ബാരിഹിം, പുറകോട്ട് തിരിച്ചുപോയവർ, മുർത്തദ്ദുകളായവർ, മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദ, തങ്ങൾക്ക് സന്മാർഗം വ്യക്തമായതിനു ശേഷം, അശ്ശൈത്വാനു സവ്വല ലഹും, അവർക്ക് പിശാച് സവ്വല, സയ്യന, അലങ്കൃതമായി തോന്നിച്ചിരിക്കുകയാണ്. വ അംലാലഹും, അവർക്ക് അവൻ മോഹങ്ങൾ നീട്ടിയിട്ട് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. പൂർണ്ണമായി അർത്ഥം പറഞ്ഞാൽ, തങ്ങൾക്ക് സന്മാർഗം വ്യക്തമായി കഴിഞ്ഞ ശേഷം പുറകോട്ട് തിരിച്ചുപോയവരാരോ അവർക്ക് പിശാച് തങ്ങളുടെ ചെയ്തികൾ അലങ്കൃതമായി തോന്നിച്ചിരിക്കുകയാണ്. തീർച്ച അവർക്ക് അവൻ വ്യാമോഹങ്ങൾ നീട്ടിയിട്ട് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ദാലിക, അത്, ബി അന്നഹും, നിശ്ചയമായും അവർ, ഖാലൂ, അവർ പറഞ്ഞു, ലില്ലദീന കരിഹു മാ നസ്സലല്ലാഹ്, അല്ലാഹു അവതരിപ്പിച്ചതിനെ വെറുത്തവരോട് അവർ പറഞ്ഞതുകൊണ്ടാണ്. എന്താണ് അവർ പറഞ്ഞത്? സനുതിഉക്കും, ഞങ്ങൾ നിങ്ങളെ അനുസരിക്കാം, ഫി ബഅദിൽ അംർ, ചില കാര്യങ്ങളിൽ, വല്ലാഹു യഅലമു ഇസ്റാറഹും, അവർ രഹസ്യമാക്കി വെക്കുന്നത് അല്ലാഹു അറിയുന്നു. പൂർണ്ണമായി പറഞ്ഞാൽ, അത് അല്ലാഹു അവതരിപ്പിച്ചത് ഇഷ്ടപ്പെടാത്തവരോട് ചില കാര്യങ്ങളിൽ ഞങ്ങൾ നിങ്ങളെ അനുസരിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ്. അവർ രഹസ്യമാക്കി വെക്കുന്നത് അല്ലാഹു അറിയുന്നു. അല്ലാഹുവിൻ്റെ സന്മാർഗത്തിൽ നിന്നും യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നും അകന്നുപോയ മുർത്തദ്ദുകളായ മതപരിത്യാഗികളായ ആളുകളുടെ അവസ്ഥയെപ്പറ്റിയാണ് അല്ലാഹു ഈ 2 ആയത്തുകളിൽ പരാമർശിക്കുന്നത്. മുർത്തദ്ദുകളെപ്പറ്റി 3 കാര്യങ്ങളാണ് പ്രധാനമായും ഈ ആയത്തിൽ അല്ലാഹു പരാമർശിക്കുന്നത്. ഒന്ന്, അവർക്ക് സന്മാർഗം വ്യക്തമായതാണ്. മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദ, അവർക്ക് സന്മാർഗം വ്യക്തമായതിനു ശേഷം,
അപ്പോൾ ഏതാണ് യഥാർത്ഥത്തിലുള്ള ശരിയായ സന്മാർഗമെന്ന് അവർക്ക് ബോധ്യം വന്നു കഴിഞ്ഞു. രണ്ടാമത്, മുർത്തദ്ദുകൾ ആയ അവരുടെ പ്രവർത്തനങ്ങൾ എല്ലാം അവർക്ക് നല്ലതായി തോന്നുകയും ചെയ്യും. അത് പിശാജിൻ്റെ പണിയാണ്. അശ്ശൈത്വാനു സവ്വലലഹും, പിശാജ് അവർ ചെയ്യുന്ന മുർത്തദ്ദായതിന് ശേഷം അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നല്ല നല്ല പ്രവർത്തനങ്ങളാണ് എന്ന് തോന്നിപ്പിക്കും. മൂന്നാമത്, വ അംലാലഹും, അവരുടെ ആഗ്രഹങ്ങൾ അവസാനിക്കുകയില്ല. നീണ്ട ആഗ്രഹങ്ങളായിരിക്കും, ദുരാഗ്രഹങ്ങളായിരിക്കും അവരുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അവസാനിക്കാത്ത ആഗ്രഹങ്ങളുമായി അവരുടെ ചെയ്തികളെല്ലാം നല്ല പ്രവർത്തനങ്ങളായി അവർക്ക് തോന്നുന്ന അവസ്ഥയിലാണ് ഈ മുർത്തദ്ദുകൾ. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പൊതുവെ ഈ രണ്ട് സ്വഭാവങ്ങളും അള്ളാഹുവിൻ്റെ ദീൻ ഉൾക്കൊള്ളാത്ത കുഫാറുകളുടെ പൊതു സ്വഭാവമാണ്. ഒന്ന്, പിശാജ് അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നല്ല ചെയ്തികളായി തോന്നിപ്പിക്കും. രണ്ടാമത്, കുഫാറുകൾക്ക് ആഗ്രഹങ്ങൾ അവസാനിക്കുകയില്ല. പിശാജിനെ കൂടെ കൂട്ടിയ പിശാജിൻ്റെ കൂട്ടാളികളെപ്പറ്റി, മനുഷ്യരിൽപ്പെട്ട പിശാജിനെ അനുസരിച്ചുകൊണ്ട് യഥാർത്ഥ മതം പുൽകാത്ത കുഫാറുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അള്ളാഹു സൂറത്തു നിസാഇൻ്റെ 120 ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യഇദുഹും വയുമന്നീഹിം വമാ യഇദുഹുമു ശൈത്വാനു ഇല്ലാ ഗുറൂറ. അവൻ, പിശാജ്, അവർക്ക് വാഗ്ദാനങ്ങൾ നൽകുകയും അവരെ വ്യാമോഹിപ്പിക്കുകയും ചെയ്യുന്നു. പിശാജ് അവർക്ക് നൽകുന്ന വാഗ്ദാനം വഞ്ചനയല്ലാതെ മറ്റൊന്നുമല്ല. അതുപോലെ തന്നെ മറ്റൊരു അധ്യായത്തിൽ അള്ളാഹുവിൽ നിന്നും വ്യതിചലിച്ച കുഫാറുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പിശാജിനെ ഏർപ്പെടുത്തി കൊടുക്കുമെന്നാണ്. എന്നിട്ട് ആ പിശാജിൻ്റെ കൽപ്പനകൾക്കനുസൃതമായിട്ടായിരിക്കും അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകൾ ചലിക്കുക. ഇവിടെ മുർത്തദ്ദുകൾ എന്ന് പരിചയപ്പെടുത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ടായിരുന്ന മുനാഫിക്കുകളെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. കാപട്യം 2 രൂപത്തിലാണ്, നിഫാഖ് 2 രൂപത്തിലാണ്. ഒന്ന് വിശ്വാസത്തിലും മറ്റൊന്ന് കർമ്മത്തിലും. കർമ്മത്തിലുള്ള നിഫാഖിനേക്കാൾ ഗൗരവം ഏറിയതാണ് വിശ്വാസത്തിലുള്ള, അഖീദയിലുള്ള നിഫാഖ്. വിശ്വാസത്തിൽ നിഫാഖ് കാണിച്ചവൻ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്നതാണ്. അങ്ങനെ പുറത്തുപോയ മുർത്തദ്ദുകളായ കപടവിശ്വാസികളെ പറ്റിയാണ് അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത്. ഈ കപടന്മാർ വിശ്വാസത്തിൽ, അഖീദയിൽ 2 മുഖം സ്വീകരിച്ച കപടന്മാരാണ് ജൂത നസാറാക്കളെക്കാൾ, കുഫാറുകളെക്കാൾ ഏറ്റവും ഗുരുതരമായ പാപം ചെയ്ത ആളുകൾ. അതിനുദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ടായിരുന്ന മുനാഫിക്കുകളുടെ നേതാവായി അറിയപ്പെട്ടിരുന്ന അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂൽ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന മറ്റു മുനാഫിക്കുകളും. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പ്രത്യക്ഷത്തിൽ നബിയുടെ കൂടെ ജീവിക്കുകയും എന്നാൽ കുഫാറുകളുമായി അല്ലെങ്കിൽ ജൂതന്മാരുമായി രഹസ്യമായി കൊണ്ട് കരാറിൽ ഏർപ്പെട്ട ആളുകളുമാണ്. വിശ്വാസത്തിൽ ഞങ്ങൾക്ക് മുഹമ്മദിനോട് പൂർണ്ണമായി ബന്ധമൊന്നുമില്ല, ഞങ്ങൾ അവരുടെ കൂടെ ജീവിക്കും, പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളോടാണ് ബന്ധമെന്ന് പറഞ്ഞ് ജൂതന്മാരുമായി ബന്ധം പുലർത്തിക്കൊണ്ട് ജീവിച്ച ആളുകളാണ് ഇവർ. അതുകൊണ്ട് ഇവർ ആ കാരണം കൊണ്ടാണ് ഇസ്ലാമിൽ നിന്നും പുറത്തു പോയത് എന്നാണ് അള്ളാഹു തുടർന്നു വരുന്ന ആയത്തിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് അടുത്ത ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. ذَلِكَ بِأَنَّهُمْ قَالُوا لِلَّذِينَ كَرِهُوا مَا نَزَّلَ اللَّهُ سَنُطِيعُكُمْ فِي بَعْضِ الْأَمْرِ وَاللَّهُ يَعْلَمُ إِسْرَارَهُمْ. ذَلِكَ, അത്, ബിഅന്നഹും, നിശ്ചയമായും അവർ, ഖാലു, അവർ പറഞ്ഞു, ലില്ലദീന കരിഹൂ, വെറുത്തവരോട്, മാ നസ്സലല്ലാ, അള്ളാഹു ഇറക്കിയ ഒന്നിനെ എന്ന് പറഞ്ഞാൽ ഖുർആനിനെ, ഇസ്ലാമിനെ, അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥങ്ങളെയെല്ലാം വെറുത്ത ആളുകൾ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ മുനാഫിക്കുകൾ പറയുകയുണ്ടായി. എന്താണ് പറഞ്ഞത്? സനുതിഉകും ഫീ ബഅദിൽ അംർ, ചില കാര്യങ്ങളിൽ ഞങ്ങൾ നിങ്ങളെ അനുസരിക്കാം എന്ന് അവർ പറഞ്ഞതുകൊണ്ടാണ് അവർ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയത്. അത് നിമിത്തമാണ് അവർക്ക് അവരുടെ ചെയ്തികൾ നല്ലതായിക്കൊണ്ട് തോന്നിയത്. അതുപോലെ തന്നെ ദുരാഗ്രഹങ്ങളിൽ വിഹരിക്കാൻ നീണ്ട ആഗ്രഹങ്ങൾ അവർക്കുണ്ടാകാനുള്ള കാരണമൊക്കെ ഈ ഇസ്ലാമിൽ നിന്നും പുറത്തു പോവുകയും ഇസ്ലാമിൻ്റെ ശത്രുക്കളുമായി
രഹസ്യത്തിൽ അവരോട് ഞങ്ങൾ നിങ്ങളെ അനുസരിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടു തന്നെയാണ്. വല്ലാഹു യഅലമു ഇസ്റാറഹും, അവർ രഹസ്യമാക്കി വെക്കുന്നത് അള്ളാഹു അറിയുന്നു. അപ്പോൾ പകലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയും എന്നാൽ രാത്രിയിൽ ജൂതന്മാരുമായി രഹസ്യ കരാറുകളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഈ ദ്വിമുഖം, അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ സാധിക്കാത്തതാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അവർ മുർത്തദ്ദുകളാണ്, അവർ രണ്ടു മുഖം സ്വീകരിച്ചതിനാൽ അവരാണ് ഏറ്റവും വലിയ പാപികൾ, അവർക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മുർത്തദ്ദുകളെപ്പറ്റി പരാമർശിക്കുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, പൂർണ്ണമായും ഒരു മുസ്ലിമായ വ്യക്തി ഇസ്ലാമിൽ കീഴൊതുങ്ങി അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവനാകണം. അതല്ലാതെ കുറച്ച് ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളും നിയമങ്ങളും അനുസരിക്കും, മറ്റുള്ളത് എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും എന്ന ഒരു നിലപാട് എടുക്കാൻ പാടില്ല. അത് ഇസ്ലാം അംഗീകരിക്കുന്നതല്ല. നാം ഏറെ ഗൗരവത്തിൽ കാണേണ്ടുന്ന വിഷയമാണിത്. പരലോകവും ഇഹലോകവും ഇരുലോകവും നഷ്ടപ്പെടാൻ കാരണമാകുന്ന കാര്യമാണ്. കുറച്ച് നമുക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങൾ ഇസ്ലാമിലുള്ളത് സ്വീകരിക്കുകയും കുറച്ചൊക്കെ അള്ളാഹുവിനനുസരിക്കുകയും ചില ഭാഗങ്ങളിൽ ചില ഏരിയകളിൽ അള്ളാഹുവിൻ്റേതല്ലാത്ത നിയമങ്ങളെ ഇഷ്ടപ്പെടുകയും അവിടെ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി ജീവിക്കുകയും ചെയ്യുക എന്നതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഒരു അദ്ധ്യായം സൂറത്തുൽ ഹജ്ജിൻ്റെ 11-ാമത്തെ ആയത്തിൽ അള്ളാഹു ഇത്തരക്കാരെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. വമിനന്നാസി മയ്യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ, ഒരു വക്കിലിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവനും ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഫഇൻ അസ്വാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹാ, അവന് വല്ല ഗുണവും വന്നെത്തുകയാണെങ്കിൽ അതിൽ അവൻ സമാധാനമടഞ്ഞുകൊള്ളും. വഇൻ അസ്വാബത്തുഹു ഫിത്നത്തുൻ ഇൻഖലബ അലാ വജ്ഹിഹി, ഇനി അവന് വല്ല പരീക്ഷണവും നേരിട്ടാലോ ഇൻഖലബ അലാ വജ്ഹിഹി, അവൻ്റെ പാട്ടിലേക്ക് അവൻ പോവുകയും ചെയ്യും. ഖസിറദ് ദുനിയ വൽ ആഖിറ, അത്തരക്കാർക്ക് ഇഹലോകവും പരലോകവും നഷ്ടപ്പെട്ടുപോയി. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതുതന്നെയാണ് വ്യക്തമായ നഷ്ടം. അതുപോലെ തന്നെ പൂർണ്ണമായി മുസ്ലിമീങ്ങളോട് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കണം. പൂർണ്ണമായി ഇഷ്ടമുള്ളതാണെങ്കിലും ഇഷ്ടമില്ലാത്തതാണെങ്കിലും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 208-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, സത്യവിശ്വാസികളെ നിങ്ങൾ പൂർണ്ണമായി കീഴ്വണക്കത്തിൽ പ്രവേശിക്കുക. വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ, തീർച്ചയായിട്ടും നിങ്ങൾ പിശാചിൻ്റെ കാലടികളെ പിന്തുടരാതിരിക്കുകയും ചെയ്യുക. വലാ തത്തബിഉ, നിങ്ങൾ പിന്തുടരരുത് ഖുതുവാതിശ് ശൈത്വാൻ, പിശാചിൻ്റെ കാലടികൾ. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, നിശ്ചയമായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രു തന്നെയാകുന്നു. അപ്പോൾ ഇവിടെ അബ്ദുല്ലാഹിബ്നു ഉബയ്യും അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റു മുനാഫിക്കുകളും രണ്ട് നിലപാട് സ്വീകരിച്ചതിനെ വ്യക്തമായി വിമർശിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പണി നിങ്ങൾ എടുക്കുന്ന പക്ഷം ഇസ്ലാമിൽ നിന്നും പുറത്തു പോവുകയും അങ്ങനെ ഇസ്ലാമിൽ നിന്നും പുറത്തു പോയി കഴിഞ്ഞാൽ അവരുടെ എല്ലാ ദുഷ്പ്രവർത്തനങ്ങളും നല്ല നല്ല പ്രവർത്തനങ്ങളായി പിശാച് തോന്നിപ്പിക്കുകയും എന്നാൽ അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ നിന്നും ബഹുദൂരം പോയിക്കഴിഞ്ഞു എന്നും അതുപോലെ തന്നെ ദുനിയാവിൻ്റെ ദുരാഗ്രഹങ്ങൾ അവരിൽ ധാരാളമായി ഉണ്ടാകുമെന്നൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബിമാരുടെയും കൂടെ ജീവിക്കുകയും രഹസ്യത്തിൽ ജൂതന്മാരുമായി സന്ധിയിലേർപ്പെടുകയും ഞങ്ങൾ നിങ്ങളെ ചില വിഷയങ്ങളിൽ അനുസരിച്ചു കൊള്ളാം എന്നു പറയുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും കളിയാക്കുന്ന രൂപത്തിൽ പരിഹസിക്കുന്ന രൂപത്തിലുള്ള ഒരു നിലപാട് അത് അംഗീകരിക്കാവതല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു നിലപാട് സ്വീകരിച്ചതിനാൽ നിങ്ങൾ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയി. ആ പുറത്തുപോയത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രണ്ട് ആയത്തുകളിലൂടെ വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ അവസാനത്തിൽ വല്ലാഹു യഅലമു ഇസ്റാറഹും ഐ മാ യുസിറൂന വമാ യുഖ്ഫൂൻ, എന്തൊക്കെയാണോ രഹസ്യമായി കൊണ്ട് നിങ്ങൾ ചെയ്യുന്നത്
ആരുടെയൊക്കെ മുമ്പിൽ നിന്നും എന്തൊക്കെയാണോ നിങ്ങൾ മറച്ചു വെക്കുന്നത്, വല്ലാഹു മുത്തലിഉൻ അലൈഹി വ ആലിമും ബിഹി, അതെല്ലാം അള്ളാഹു കാണുന്നുണ്ട്, അതിനെയെല്ലാം അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട് എന്ന ഒരു കാര്യം കൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അവസാനത്തിൽ വ്യക്തമാക്കുന്നത്. അത് വിശുദ്ധ ഖുർആൻ സൂറത്തു നിസാഇൻ്റെ 81-ാമത്തെ ആയത്തിലും ആ ഒരു പ്രയോഗം അല്ലെങ്കിൽ ആ ഒരു ആശയത്തിലുള്ള ആയത്ത് നമുക്ക് കാണാൻ കഴിയും. വല്ലാഹു യക്തുബു മാ യുബയ്യിത്തൂൻ, അവർ രഹസ്യമാക്കുന്നതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതി രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഇത്തരത്തിൽ രണ്ട് നിലപാട് സ്വീകരിക്കുക എന്നതും ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ്. അങ്ങനെ പ്രത്യേകിച്ച് വിശ്വാസകാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കാപ്പട്യ നിലപാട്, അള്ളാഹുവിനെയും റസൂലിനെയും പൂർണ്ണമായി അനുസരിക്കാൻ തയ്യാറാവുകയില്ല എന്ന നിലപാട് ആരെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ അവർ ഇസ്ലാമിൽ നിന്നും പുറത്താണ്. മറിച്ച് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നിയമങ്ങൾക്ക് മുമ്പിൽ പൂർണ്ണമായി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഇസ്ലാമിലേക്ക് പൂർണ്ണമായി, അത് നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിലും നമുക്ക് തൃപ്തിയുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും അള്ളാഹു എന്താണോ പറഞ്ഞത്, റസൂൽ എന്താണോ പറഞ്ഞത്, അത് ഞാൻ അംഗീകരിക്കാൻ, അത് ഞാൻ കേൾക്കാൻ, അത് ഞാൻ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്ക് മുമ്പിൽ കീഴൊതുങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ അറിയാനും പഠിക്കാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.